ഹലോ വെൽക്കം ടു ഹൈടോപ്പ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് 10th ആനിവേഴ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ലെസൺ 5 ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആറ്റോമിക് സ്ട്രക്ചർ അഥവാ ആറ്റോമിക ഘടനയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ ഡാൽട്ടൺ ആറ്റോമിക് തിയറി, ഡാൽട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തം അനുസരിച്ചിട്ട് പറയുന്നത് എന്താണ്? ഏതൊരു പദാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടികൾ, ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണെന്നാണ്. ആറ്റം ആണ് ഏതൊരു പദാർത്ഥത്തിന്റെയും ഏറ്റവും ചെറിയ കണം, ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആറ്റം എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? ഡാൽട്ടൺ പറഞ്ഞത്. പക്ഷെ പിന്നീടുള്ള സ്റ്റഡീസിലൂടെ എന്ത് കണ്ടെത്തി? ആറ്റം എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി. ആറ്റം ആറ്റം ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കണങ്ങളെ എന്ത് വിളിച്ചു? ഉപ ആറ്റോമിക കണങ്ങൾ അഥവാ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചു. 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോണിന് എന്താണ് ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ്. പി എന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. മൂന്നാമത്തെ ഒരു കണുണ്ട് ന്യൂട്രോൺ. ന്യൂട്രോണിന് എന്താണ്? ചാർജ് ഇല്ല. ന്യൂട്രോൺ നോ ചാർജ്. ചാർജ് ഇല്ലാത്ത കണാണ് ന്യൂട്രോൺ. ഇപ്പൊ 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പേരും അതിന്റെ ചാർജും പറഞ്ഞു. ഇനി നമ്മൾ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന്, അതായത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണുകളൊക്കെ എങ്ങനെ കണ്ടെത്തി എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇലക്ട്രോണുകളുടെ ഡിസ്കവറി നോക്കാം. അതായത് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തം നോക്കി നോക്കാം. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1885 വില്യം ക്രൂക്സ് എന്ത് ചെയ്തു എന്ന സയന്റിസ്റ്റ് ഒരു കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതായത് കാഥോഡ് കിരണ ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു കാഥോഡ് കിരണ ട്യൂബ്, അതായത് കാഥോഡ് റേ ട്യൂബ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. ആ ഗ്ലാസ് ട്യൂബിനകത്ത് എന്തായിരിക്കും? എയർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വായു എന്ത് ചെയ്തിട്ടാണോ ഭാഗികമായി നീക്കം ചെയ്തിട്ടുള്ള ഒരു ട്യൂബാണ് എന്ത്? കാഥോഡ് കിരണ ട്യൂബ്. അതിന്റെ രണ്ടറ്റത്തും എന്തുണ്ടായിരിക്കും? 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. 2 മെറ്റൽ ഇലക്ട്രോഡ്, അതായത് ലോഹ ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ഈ ലോഹ ഇലക്ട്രോഡുകളിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിച്ചു? കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ആനോഡ് എന്നും വിളിച്ചു. അതായത് എന്താണ് കാഥോഡ് റേ ട്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? എയർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഭാഗികമായി നീക്കം ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടറ്റത്തും 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. മെറ്റൽ ഇലക്ട്രോഡുകൾ ആയിരിക്കും. ഒന്ന് നെഗറ്റീവ് ചാർജും ഒന്നിന് എന്താണ്? പോസിറ്റീവ് ചാർജും. നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ നമ്മൾ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് നമ്മൾ ആനോഡ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇലക്ട്രോഡുകൾ എന്ത് ചെയ്തു? ഒരു ഹൈ വോൾട്ടേജ് സോഴ്സ്, ഒരു ഉന്നത വോൾട്ടേജ് സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ? കാഥോഡിൽ നിന്ന് കുറച്ച് കണങ്ങൾ എന്ത് ചെയ്തു? ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലെ? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില കണങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന ഈ കിരണങ്ങളെ നമ്മൾ എന്താ പറയാ? കാഥോഡ് കിരണങ്ങൾ അഥവാ കാഥോഡ് റേസ് എന്നാണ് പറയുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഥോഡ് കിരണ ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ്. കാഥോഡ് കിരണ ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാഥോഡ് റേ, ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. ആ ട്യൂബിനകത്ത് എന്താണ്? വായു എന്ത് ചെയ്തിട്ടുണ്ടാവും? ഭാഗികമായി നീക്കം ചെയ്തതായിരിക്കും. രണ്ടറ്റത്ത് 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ഒന്നിന് പോസിറ്റീവ് ചാർജും ഒന്നിന് നെഗറ്റീവ് ചാർജും. നെഗറ്റീവ് ചാർജ് ഉള്ള ആളിന് നമ്മൾ കാഥോഡ്, പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡ്. ഇനി ഈ 2 ഇലക്ട്രോഡുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹൈ വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പോഴെന്താണ് ഒബ്സർവ് ചെയ്തത്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനോഡിലേക്ക് ചില കണങ്ങൾ, ചില കിരണങ്ങൾ പോകുന്നതായി കണ്ടു. ഈ കിരണങ്ങൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചു? കാഥോഡ് കിരണങ്ങൾ അഥവാ കാഥോഡ് റേസ് എന്ന് വിളിച്ചു. കാഥോഡിൽ നിന്നല്ലേ പോകുന്നത്, അതുകൊണ്ട് കാഥോഡിന് എന്താ ചാർജ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ കാഥോഡ് കിരണങ്ങളിലുള്ള കണങ്ങൾക്കും എന്തായിരിക്കും ചാർജ് വരിക? നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കാഥോഡ് കിരണങ്ങളെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത്. ഇത് കാഥോഡ് റേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് കാഥോഡ്, എന്താണ് ആനോഡ്? ഇത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന കണങ്ങളെ നമ്മൾ എന്താ വിളിച്ചത്? കിരണങ്ങളെ നമ്മൾ എന്താ വിളിച്ചു? കാഥോഡ് കിരണങ്ങൾ എന്ന് വിളിച്ചു. ഇനി കാഥോഡ് കിരണങ്ങളുടെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ, കാഥോഡ് കിരണങ്ങൾ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? നേർരേഖയിലാണ് അവർ സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? കാഥോഡ് കിരണങ്ങളിലെ കണങ്ങൾ എന്താണ്? മാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാഥോഡ് കിരണങ്ങളിലെ കണങ്ങൾക്ക് എന്താണ്? മാസ് ഉണ്ട്. മാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ഗതികോർജം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത്, കാഥോഡ് കിരണങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ്? കാഥോഡ് കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. കാഥോഡ് റേസിലുള്ള കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് കിരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച്, ഒരു വൈദ്യുത വലയത്തിൽ വെക്കുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡ് കിരണങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. ആ ഭാഗത്തേക്കാണ് ആകർഷിക്കപ്പെടുക. അതായത് നെഗറ്റീവ് നമ്മൾ പഠിച്ചിട്ടില്ലേ? നെഗറ്റീവ് എങ്ങോട്ടാ പോവുക? പോസിറ്റീവിലേക്കാണ് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും.
പോസിറ്റീവ് എന്താണ് ഡിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡ് കിരണങ്ങൾ വരുമ്പോൾ എന്താണ് പുറത്തുനിന്നുള്ള ഒരു വൈദ്യുത വലയത്തിൽ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പ്ലേറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആകർഷിക്കപ്പെടുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമതായിട്ട് പറയുന്നത് എന്താണ്? കാഥോഡ് കിരണ ട്യൂബിനകത്ത് എന്ത് ഗ്യാസ് നിറച്ചു, എന്ത് വാതകമാണ് നിറച്ചത്, അല്ലെങ്കിൽ ആ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ എന്ത് ലോഹമാണ് ഉപയോഗിച്ചത്, ഇതൊന്നും കാഥോഡ് കിരണങ്ങളിലുള്ള കണങ്ങളെ എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല. അതായത് അവരെ സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 4 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. പിന്നെ എന്താണ്? അതിന് മാസ് ഉണ്ട്. സോ ദാറ്റ് അതിനെന്താണ്? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കാഥോഡ് കിരണങ്ങൾക്ക് എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് കിരണങ്ങളെ ഒരു വൈദ്യുത വലയം, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ എത്തുന്ന സമയത്ത് അതെന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജ് ഉള്ള, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള കാഥോഡ് കിരണങ്ങൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രിക് പ്ലേറ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, ആകർഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. നാലാമതായിട്ട് എന്താ പറഞ്ഞത്? ഇതിനകത്ത് നിറച്ചിട്ടുള്ള ഗ്യാസ് എന്താണ്, അല്ലെങ്കിൽ വാതകം എന്താണ്, അല്ലെങ്കിൽ ഏത് ലോഹം, അതായത് ഏത് മെറ്റൽ ഉപയോഗിച്ച ഇലക്ട്രോഡ് നിർമ്മിച്ചതൊന്നും കാഥോഡ് കിരണങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല എന്നാണ് പറയുന്നത്, സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ കണങ്ങളെ, ഈ കിരണങ്ങൾ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന കിരണങ്ങൾ എന്താ വിളിച്ചത്? കാഥോഡ് കിരണങ്ങൾ. ഇതിനെന്താണ്? ഈ കാഥോഡ് കിരണങ്ങളിലെ കണങ്ങൾക്ക് എന്ത് ചാർജ് ആണെന്നാണ് പറയുന്നത്? നമ്മള് നെഗറ്റീവ് ചാർജ് ആണെന്നല്ലേ പറഞ്ഞത്. ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള കിരണങ്ങൾ, ഈ കണങ്ങളെ നമ്മൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചു? ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു വിളിച്ചു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, നമ്മള് പ്രോട്ടോണിന്റെ ഡിസ്കവറിയാണ് നോക്കാൻ പോകുന്നത്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. 1886 ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഇതിലെന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടായിരിക്കും, 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ ഇതിലെന്താണ്? ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് എന്താണ്? ഗ്യാസ് ഉണ്ട്, വാതകം നിറച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വാതകത്തിന് ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ലോ പ്രഷർ, കുറഞ്ഞ മർദ്ദത്തിലുള്ള വാതകമാണ് ഈ ട്യൂബിനകത്ത് നിറച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. ഒന്ന് എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിനെ നമ്മൾ എന്താ വിളിച്ചത്? ആനോഡ്. കണ്ടല്ലോ, അവിടെ ആനോഡ് ഉണ്ട്. ഇവിടെ എന്താണ്? കാഥോഡ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് എന്ന് വിളിച്ചു. പക്ഷെ ഇവിടെ കാഥോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടല്ലോ, പെർഫറേറ്റഡ് കാഥോഡ്, അതായത് സുഷിരങ്ങളുള്ള ഹോൾസ് ഉള്ള കാഥോഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്തു? കാഥോഡ് ആനോഡ് എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ വോൾട്ടേജ് സോഴ്സിലേക്ക് കൊടുത്തു. ആ സമയത്ത് ഇവിടെ എന്താണ് ഒബ്സർവ് ചെയ്തത്? പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡിലേക്ക് ചില കിരണങ്ങൾ പോകുന്നതായി കണ്ടു. ഈ കിരണങ്ങളോട് എന്ത് പേര് പറഞ്ഞു വിളിച്ചു? ആനോഡ് റേസ് അഥവാ പോസിറ്റീവ് റേസ് എന്ന് പറഞ്ഞു വിളിച്ചു. ആനോഡ് റേസ് എന്ന് പറയാൻ കാരണം ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് അല്ലേ പോകുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പോകുന്ന കിരണങ്ങളിലെ കണങ്ങൾക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് പോയിട്ട് എങ്ങനെയാണ് പോകുന്നത്? ഈ സുഷിരത്തിലൂടെ, ഈ കാഥോഡിലുള്ള സുഷിരത്തിലൂടെ കടന്നു പോകുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? കനാൽ കിരണങ്ങൾ എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ഗ്ലോ ആണ്. ഇങ്ങനെ എക്സ്പെരിമെന്റ് ഇങ്ങനെ ഹൈ വോൾട്ടേജ് സോഴ്സിലേക്ക് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചുവന്ന വെളിച്ചം കാണാൻ പറ്റും. ഇതിന്റെ കാരണം എന്താണ്? കാഥോഡ് കിരണങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, കാഥോഡ് കിരണം എങ്ങനെയാണ്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് അല്ലെ? അതിന് എതിർ ദിശയിൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ചില കണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ചുവന്ന പ്രകാശം കാണാൻ പറ്റുന്നത്. ഒന്നുമില്ല, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാണ് ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടായിരിക്കും. അതിനകത്ത് ലോ പ്രഷറിലെ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. 2 ഇലക്ട്രോഡ്സ്, ആനോഡും കാഥോഡും. കാഥോഡിൽ കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് ഹൈ വോൾട്ടേജ്, ഒരു ഉന്നത വോൾട്ടേജ് സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ചില കണങ്ങൾ പോകുന്നുണ്ട്. അതിനെന്താണ് ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ്. ആ കിരണങ്ങൾ നമ്മൾ എന്ത് പേര് വിളിച്ചു? ആനോഡ് റേസ് അഥവാ പോസിറ്റീവ് റേസ് എന്ന് വിളിച്ചു. അതിന് പറയുന്ന വേറൊരു പേരാണ് കനാൽ റേസ്. കനാൽ റേസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കാഥോഡിലുള്ള സുഷിരങ്ങളിലൂടെ അത് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കനാൽ റേസ് എന്ന് വിളിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ആനോഡ് റേസിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് എന്താണ്? നമ്മൾ കാഥോഡ് കിരണങ്ങളുടെ പ്രോപ്പർട്ടീസ് പറഞ്ഞ പോലെ തന്നെ ആനോഡ് കിരണങ്ങൾ എന്താണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇതിനും എന്താണ്? മാസും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. മാസും ഉണ്ട്, കൈനറ്റിക് എനർജി അതായത് ഗതികോർജ്ജം ഉണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് ഈ ആനോഡ് റേസ് അഥവാ ആനോഡ് കിരണങ്ങൾ അഥവാ കനാൽ കിരണങ്ങളിൽ എന്താണ്? കനാൽ കിരണങ്ങൾക്ക് ഇലക്ട്രോണുകളേക്കാൾ എന്തായിരിക്കും? ഭാരം കൂടുതലായിരിക്കും. ഇലക്ട്രോണേക്കാൾ ഭാരം കൂടുതലും പിന്നെന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ളവയായിരിക്കും ഇവര്. പിന്നെന്താണ് പറയുന്നത്? നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത്
ഇതിൽ നിറച്ചിട്ടുള്ള ഗ്യാസ്, ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസിന്റെ സ്വഭാവം അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലോഹങ്ങൾ, മെറ്റൽ ഏതാണോ അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? ആനോഡ് കിരണങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആനോഡ് കിരണങ്ങളുടെ പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഒന്നെന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യും. രണ്ടെന്താണ്? മാസ് ഉണ്ട്, ഗതികോർജം കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെന്താ പറയുന്നത്? ഈ ആനോഡ് കിരണങ്ങളിലെ കണങ്ങൾക്ക് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇതെന്താണ്? ഇതിന് മാസ്, ഭാരം എന്തായിരിക്കും? കൂടുതലായിരിക്കും ഇലക്ട്രോൺ വെച്ച് നോക്കുമ്പോൾ. പിന്നെന്താണ്? ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസ് എന്താണ്, അല്ലെങ്കിൽ ഈ ട്യൂബിനകത്ത് ഇലക്ട്രോഡുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ അഥവാ എന്ത് ലോഹമാണ് ഉപയോഗിച്ചുള്ളത്, ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആനോഡ് കിരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഹൈഡ്രജൻ വാതകം നിറച്ച സമയത്ത്, റുദർഫോർഡ് ഇതിനകത്ത് ഹൈഡ്രജൻ വാതകം നിറച്ച സമയത്ത് എന്താണ് ഒബ്സർവ് ചെയ്തത്? ഒരു ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ, ഈ ബൈം റേഷ്യോ വളരെ കൂടുതലായിട്ടുള്ള ഒരു ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്തു. അതിന് എന്ത് പേര് പറഞ്ഞു വിളിച്ചു? പ്രോട്ടോൺ. ഈ പോസിറ്റീവ് ആയിട്ടുള്ള കണങ്ങളെ എന്ത് പേര് പറഞ്ഞു വിളിച്ചു? പ്രോട്ടോൺ എന്ന് വിളിച്ചു. അത് ആനോഡ് കിരണങ്ങളിലുള്ള പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കണങ്ങളെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. അപ്പൊ നമ്മള് പ്രോട്ടോൺ ഇങ്ങനെയാണ് കണ്ടെത്തിയത്. നമ്മൾ ഇലക്ട്രോണുകളുടെ കണ്ടെത്തിയത് എങ്ങനെയാ പറഞ്ഞു? പ്രോട്ടോൺ കണ്ടെത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി ചാർജ് ഒന്നും ഇല്ലാത്ത ഒരാളില്ലേ? ന്യൂട്രോൺ. അയാൾ എങ്ങനെയാ കണ്ടെത്തിയത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, സബാറ്റോമിക് കണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ആറ്റത്തിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ 3 മാതൃകകൾ നോക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് പ്ലം പുഡിംഗ് മോഡൽ അഥവാ തോംസൺ മോഡലാണ്. തോംസൺ മോഡൽ എന്ന് പറയുമ്പോൾ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത മോഡലാണ് തോംസൺ മോഡൽ. ഇതിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. അതിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ എവിടെയും ചിന്നി ചിതറിയിട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഗോളത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ചിന്നി ചിതറി ഇട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. രണ്ടാമതൊരു പോയിന്റ് പറയുന്നത് ഒരു ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എന്താണ്? തുല്യമായിരിക്കും എന്നാണ്. ഒന്നുകൂടെ പറയാം, ഒരു ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എന്താണ്? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് ചാർജുകൾ എന്ന് പറഞ്ഞാൽ ആരാടോ? പ്രോട്ടോണുകളാണ് അല്ലെ. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജ് ആരാണ്? ഇലക്ട്രോണുകൾ. അതായത് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. 2 പോയിന്റ്സ് ആണ് ജെ തോംസൺ പറഞ്ഞത്. ഒന്നെന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയർ, അതായത് ഒരു ഗോളത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് ചിന്നി ചിതറി ഇട്ടതാണ് ഒരു മോഡലാണ് അദ്ദേഹം പറഞ്ഞത്, ആറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞത്? പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എന്താണ്? തുല്യമായിരിക്കും. അതായത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്തായിരിക്കും? ഒരു ആറ്റത്തിൽ സെയിം ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജെ തോംസൺ പറഞ്ഞിട്ടുള്ളത്. ഈ മോഡലിന് വേറൊരു പേര് പറഞ്ഞിരിക്കും വാട്ടർമെലൻ മോഡൽ അഥവാ പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാൻ കാരണം, ഇപ്പൊ നമ്മൾ പുഡിങ്ങിനകത്ത് പ്ലം കിടക്കുന്ന പോലെ, പുഡിംഗ് എന്ന് പറയുന്നതാണ് ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യുക, വിചാരിക്കുക. അതിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണുകളാണ് ആര്? പ്ലം എന്ന് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെയാണ്. ഒരു പുഡിങ്ങിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ആര്? പ്ലം. അതുകൊണ്ടാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇനി പിന്നെ ഇത് വേറൊരു പേരും കൂടെ പറയും, വാട്ടർമെലൻ മോഡൽ എന്ന് പറയും. അതായത് തന്നെ എന്താണ്? നമ്മൾ ഒരു തണ്ണിമത്തൻ വാട്ടർമെലൻ കട്ട് ചെയ്ത് എങ്ങനെയാണ്? ഒരു റെഡ് പാർട്ട് ഉണ്ടായിരിക്കില്ല. ആ റെഡ് പാർട്ടാണ് എന്ത്? അതിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള കുരുക്കളാണ് ബ്ലാക്ക് കുരുകളാണ് എന്ത്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. 2 പോയിന്റ്സ് ആണ് ഇതിൽ ആലോചിക്കാനുള്ളത്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തിട്ടതാണ് ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. പിന്നെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്താണ്? ഒരു ആറ്റത്തിൽ ഈക്വൽ ആണ്. പ്രോട്ടോണിന്റെയും ഇലക്ട്രോൺ, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം എന്താണ്? വൈദ്യുതപരമായി നിഷ്പക്ഷമാണ്. അതായത് ഇലക്ട്രിക്കലി എന്താണ്? ആറ്റം ന്യൂട്രൽ ആണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജെ തോംസൺ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ മോഡലിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? പിന്നീട് വേറൊരു മോഡൽ വന്നു. അതിനെ പറയുന്ന പേരാണ് റുദർഫോർഡ് മോഡൽ. ഏണസ്റ്റ് റുദർഫോർഡ് പ്രൊപ്പോസ് ചെയ്ത മോഡലാണ് റുദർഫോർഡ് ആറ്റം മോഡൽ. റുദർഫോർഡ് ആറ്റം മോഡലില് 1919 റുദർഫോർഡ് ഒരു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ആൽഫ കിരണ പ്രകീർണന പരീക്ഷണം ചെയ്തു. അതിലൂടെ അദ്ദേഹം എന്താണ് കണ്ടെത്തിയെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ, ആറ്റമിക മാതൃക പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് നോക്കി നോക്കാം. ഇതിൽ നോക്കിക്കേ, ഈ പിക്ചറിൽ കാണുന്ന എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെ, അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സ്രോതസ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരു റേ വരുന്നുണ്ട് അല്ലെ, ഒരു ആൽഫ റേ, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൽഫ റേ ഇവിടെ നിന്ന് വരുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് സ്രോതസ്സിൽ നിന്ന് വരുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ഒരു ആൽഫ റേ, പോസിറ്റീവ് ചാർജിൽ ആൽഫ കണം വരും. അതെന്ത് ചെയ്തു? ഒരു തിൻ ആയിട്ടുള്ള ഗോൾഡ് ഷീറ്റ്, അതായത് കനം കുറഞ്ഞിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിന്റെ മേലെങ്ങനെ തട്ടിക്കും. ഫോളോ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, എന്താണ് നിരീക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൽഫ റേ വന്നിട്ട് ഗോൾഡ് ഫോയിലിന്റെ മേലെ തട്ടുന്ന സമയത്ത് എന്താ ഇവിടെ കാണുന്നത്? കുറെ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഈ ഗോൾഡ് ഫോയിൽ കടന്ന് ഡയറക്റ്റ് നേർരേഖയിൽ എന്തെങ്കിലും ചലിച്ചു പോയി അല്ലെ. ഗോൾഡ് ഫോയിൽ പാസ് ചെയ്ത് കുറെ ആൽഫ പാർട്ടിക്കിൾ പോയി അല്ലെ. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻ. എന്താണ്? ആൽഫ കണങ്ങളിൽ അധികം ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? നേരെ എന്ത് ചെയ്തു? കടന്നു പോയി എന്നാ പറയുന്നത്. കാണാണ്ടല്ലോ ഈ ഫിഗറിൽ? ആൽഫ പാർട്ടിക്കിൾ വന്ന് ഗോൾഡ് ഫോയിലിന്റെ മേലെ തട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? നേരെ കടന്നു പോയി എന്നായിട്ട് കാണാൻ പറ്റും. ഇനി വളരെ ചെറിയ ആൽഫ കണങ്ങൾ എന്ത് ചെയ്യും? വളരെ ചെറിയ ആൽഫ കണങ്ങൾ എന്ത് ചെയ്യും? ചെറിയ ആംഗിൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യുന്നത്, വ്യതിചലിച്ച് പോകുന്നത് എന്ത് ചെയ്യും? കാണാൻ പറ്റും. ഇനി ചില ആൽഫ കണങ്ങൾ എന്ത് ചെയ്യും? വലിയ കോണിൽ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്? നാലാമതായിട്ട് പറയുന്നത്, ഈ ആൽഫ പാർട്ടിക്കിളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 12,000 ആൽഫ പാർട്ടിക്കിൾസ് പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ മാത്രം എന്ത് ചെയ്യും? പോകുന്ന വഴിയെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് 4 ഒബ്സർവേഷൻസ് ആണ് ആൽഫ റേ സ്കാറ്റർ എക്സ്പെരിമെന്റിൽ പറയുന്നത്. ഒന്നാമത് എന്താണ്? ആൽഫ പാർട്ടിക്കിൾ, ആ ചിത്രം ആലോചിച്ച് വെക്കുക. ആൽഫ പാർട്ടിക്കിൾ എന്താണ്? കൂടുതൽ കണങ്ങൾ എന്ത് ചെയ്യും? നേരെ കടന്നു പോകും. ഇനി ചില ആൽഫ കണങ്ങൾ എന്ത് ചെയ്യും? ചെറിയ കോണിൽ, അതായത് സ്മോൾ ആംഗിൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും, വ്യതിചലിച്ച് പോകും. ഇനി വളരെ ചെറിയ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? വലിയ കോണിൽ, അതായത് ലാർജ് ആംഗിൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്ത് പോകും, വ്യതിചലിച്ച് പോകും. ഇനി ഒരു 12,000 കണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കണം മാത്രം എന്ത് ചെയ്യും? വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. 4 ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. ഇനി ഇതിലൂടെയൊക്കെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത മോഡൽ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്? ഒരുപാട് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? നേരെ കടന്നുപോയി അല്ലെ. നേരെ കടന്നു പോകണമെങ്കിൽ, ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ നേരെ കടന്നു പോകണമെങ്കിൽ എന്താണ്? ആറ്റത്തിനകത്ത് കുറെ എംപ്റ്റി സ്പേസസ് ഉണ്ട്, ഒരുപാട് എന്താണ്? ശൂന്യമായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ആറ്റത്തിനകത്ത് ഒരുപാട് ശൂന്യ സ്ഥലങ്ങളുണ്ട്, എംപ്റ്റി സ്പേസസ് ഉണ്ടെന്നാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞത് എന്താണ്? ചില ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ചെറിയ കോണിൽ, സ്മോൾ ആംഗിൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ വന്നിട്ട് സെന്ററിൽ എന്താണ്? ഒരു പോസിറ്റീവ് അല്ല, ഇവിടെ എവിടെയെങ്കിലും ആറ്റത്തിനുള്ള എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ, പോസിറ്റീവും വരുമ്പോഴല്ലേ ഡിഫ്ലക്ട് ചെയ്യാതെ റിപ്പൽ ചെയ്യുക. പോസിറ്റീവിന്റെ അടുത്ത് വരുമ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ചെറിയ ആംഗിൾ അത് ഡീവിയേറ്റ് ചെയ്യുന്നത്. അത് അതുപോലെ അടുത്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വലിയ ആംഗിളും സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ഒക്കെ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇനി വരുന്ന പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ ഫോൾ ചെയ്യുമ്പോൾ, തട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വന്ന അതേ വഴി എന്ത് ചെയ്യുന്നത്? റിപ്പൽ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഇസ് ആറ്റത്തിനകത്ത് എന്താണ്? ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞത്. റുദർഫോർഡിന്റെ മോഡൽ നമുക്ക് ഇനി നോക്കി നോക്കാം. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് ആറ്റത്തിന്റെ സെന്ററിൽ, കേന്ദ്ര ഭാഗത്ത്, അതായത് സെന്ററിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ഭാഗത്തിന് അദ്ദേഹം എന്ത് പേരാ വിളിച്ചത് നോക്കിയേ? ന്യൂക്ലിയസ്. ഈ ഫിഗറിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സെന്ററിന് അദ്ദേഹം എന്താ വിളിച്ചത്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത്, അതായത് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിനകത്തുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജും മുഴുവൻ മാസും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? സെന്ററിലാണ്. അതായത് ഒരു ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മുഴുവൻ മാസും ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് പറയുന്നത്, ആറ്റത്തിന്റെ ബാക്കി എല്ലാ ഭാഗവും എന്താണ്? ശൂന്യമായിരിക്കും, എംപ്റ്റി സ്പേസസ് ആണ് ബാക്കി എല്ലാ ഭാഗവും. അവിടെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 3 പോയിന്റ്സ് ആണ് റുദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സെന്റർ. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഒക്കെ എവിടെയാണ്? സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, സെന്ററിലാണ് ഉള്ളത്. ആ സെന്ററിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചു? ഒരു പേര് പറഞ്ഞു, ന്യൂക്ലിയസ്. ഇമ്പോർട്ടന്റ്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു വിളിച്ചു. ഇനി ഈ ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജ്, മുഴുവൻ മാസ് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചുള്ള, ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താണ്? ആറ്റത്തിന്റെ ബാക്കി എല്ലാ സ്ഥലവും എന്താണ്? ശൂന്യമാണ്, എംപ്റ്റി സ്പേസ് ആണ്. ഈ എംപ്റ്റി സ്പേസിൽ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. പക്ഷേ റുദർഫോർഡ് ആറ്റം മോഡലും പിന്നീട് എന്ത് ചെയ്യാണ്? അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് സെന്ററിൽ ഉണ്ടെന്ന് പറഞ്ഞു. ബാക്കി എന്താണ്? വാക്കന്റ് ആയിട്ടുള്ള സ്പേസ് ആണ്, എംപ്റ്റി സ്പേസ് ആണ്. അവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ.
നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോണ് പോസിറ്റീവ് ചാർജിലെ ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ ഒരു തവണ ഓടുമ്പോൾ എന്ത് ചെയ്യും, എനർജി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ക്ഷീണം പറ്റും. രണ്ടാമത്തെ റൗണ്ടും കൂടെ എത്തുമ്പോൾ കുറേ എനർജി ലോസ് ആവും അല്ലെ. അങ്ങനെ ഓടി 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 ക്ഷീണം ഫുള്ള് എനർജി ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ് പോകും അല്ലെ. അപ്പൊ ഇതേപോലെ ഇലക്ട്രോൺസിന് സംഭവിക്കും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നില്ലേ. അപ്പൊ ആദ്യത്തെ റൗണ്ട് ഓടുമ്പോൾ റൗണ്ട് ചുറ്റുമ്പോൾ എന്താവും, അതിനെന്ത് ചെയ്യും, എനർജി നഷ്ടപ്പെടും. രണ്ടാമത്തെ റൗണ്ട് ചുറ്റുമ്പോഴോ അത് പിന്നെയും എനർജി നഷ്ടപ്പെടും. അങ്ങനെ ഇങ്ങനെ റിവോൾവ് ചെയ്ത് റൊട്ടേറ്റ് വരുമ്പോൾ അതിന് എന്ത് സംഭവിക്കും, എനർജി ഫുള്ള് ലോസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, സെന്ററിൽ, അതായത് ആറ്റത്തിന്റെ സെന്റർ അതാ ന്യൂക്ലിയസിൽ വന്ന് പതിക്കും. പക്ഷെ ഒരിക്കലും ഇത് ആറ്റത്തിൽ സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെയാണ് ഈ മോഡലിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡ്രോബാക്ക് എന്താണ് പറഞ്ഞത്, നെഗറ്റീവ് ചാർജ്, ഒരു ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിള് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ലോസ് ചെയ്യുന്നുണ്ട്. എനർജി ലോസ് ചെയ്ത് അത് എന്ത് ചെയ്യും, സെന്ററിൽ വന്ന് ഫോൾ ചെയ്യും, പക്ഷെ സെന്ററിൽ വന്ന് പതിക്കും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആറ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിന് കാരണം ആർക്ക് പറയാൻ പറ്റിയില്ല, റുദർഫോർഡിന് പറയാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ ബോർ ആറ്റം മോഡൽ വരുന്നത്. ബോർ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സെന്ററിൽ എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് കറങ്ങുന്നത് എങ്ങനെയാണ്, ഒരു സർക്കുലാർ പാത്തിലാണ്, ഒരു വൃത്താകൃതിയിലാണ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്നത്. ഈ സർക്കുലാർ പാത്തുകൾക്കൊക്കെ എന്താണ്, ഒരു ഊർജ്ജം ഉണ്ടായിരിക്കും, ഒരു എനർജി ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ എന്താണ് അപ്പൊ പേര് പറയാ, ഈ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഈ ഒരു പാതയെ നമ്മൾ എന്താ പറയാ, ഓർബിറ്റ്സ് അഥവാ എനർജി ലെവൽ എന്ന് പറയുന്നത്. സെന്റർ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർബിറ്റ്സ് അഥവാ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ആദ്യത്തെ എനർജി ലെവൽ, അതായത് ആദ്യത്തെ ഓർബിറ്റ് നമ്മൾ എന്ത് പറയും, കെ ഷെൽ എന്ന് വിളിക്കും. രണ്ടാമത്തെ ഷെല്ലിന് നമ്മൾ എന്താ വിളിക്കുക, എൽ ഷെൽ, 3 എം ഷെൽ, 4 എൻ ഷെൽ, കെ എൽ എം എൻ എന്ന് പറഞ്ഞിട്ട് ഷെല്ലുകൾക്ക് പേര് കൊടുത്തു. സിമ്പിൾ ആയിട്ട് പറയണേ, ബോർ ആറ്റം മോഡലിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ സർക്കുലാർ പാർട്ടുകൾക്കൊക്കെ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കുക, ഓർബിറ്റ്സ് അഥവാ എനർജി ലെവൽസ് എന്ന് വിളിക്കും. ഫസ്റ്റ് പോയിന്റ്. ഇനി ആദ്യത്തെ ഷെല്ലിന് നമ്മൾ എന്താ പറയുക, കെ ഷെൽ, 2 എൽ, 3 എം, 4 എൻ ഷെൽ, അങ്ങനെ 4 ഷെല്ലുകൾ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ, ഒരു ഈ സർക്കുലർ പാത്തിൽ കറങ്ങുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നില്ല, എനർജി ലോസ് ചെയ്യുന്നു, ഗെയിൻ ചെയ്യുന്നു ഇല്ല. അതായത് ആസ് ലോങ് ആസ് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നില്ല, കറങ്ങുന്ന സമയത്ത് എനർജി നഷ്ടപ്പെടുത്തുന്നോ വാങ്ങുന്നോ ഒന്നുമില്ല. അത് എന്ത് ചെയ്യാണ്, സ്റ്റേഷനറി എനർജി ലെവൽസിന് അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർബിറ്റ്, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് ചുറ്റും ഈ ഓർബിറ്റ്സിൽ ഇലക്ട്രോൺസ് കറങ്ങുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തില്ല, എനർജി ലോസോ ഗെയിനോ ഒന്നും ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തുന്നോ വാങ്ങുന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർബിറ്റുകളെ എന്ത് വിളിക്കാൻ പറ്റും, സ്ഥിരോർജ്ജ നിലകൾ അഥവാ സ്റ്റേഷനറി ഓർബിറ്റ്സ് അഥവാ സ്റ്റേഷനറി ലെവൽസ് എന്ന് വിളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്, ഈ എനർജി എപ്പോഴാണ് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തി വാങ്ങാൻ ചെയ്യാന്നാണ്. അതായത് ഇപ്പൊ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിന് എന്താണ്, എനർജി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് കെ ഷെല്ലിന് എനർജി വളരെ കുറവ്, എല്ലിന് എന്താണ്, എനർജി കുറച്ചുകൂടെ കൂടുതലാണ്, എമ്മിന് കുറച്ചുകൂടെ കൂടുതലാണ്, എൻ എത്തുമ്പോഴേക്കും എനർജി എന്താണ്, വളരെ കൂടുതലാണ്. ന്യൂക്ലിയസിന് തൊട്ടും എനർജി കുറവാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും എനർജി കൂടി കൂടി വരും. അപ്പോ എനർജി കുറഞ്ഞ കെ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിന് എനർജി കൂടിയ എൽ ഷെല്ലിലേക്ക് പോവുകയാണെങ്കിൽ, കെയിൽ നിന്ന് എല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യണം, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, എനർജി അബ്സോർബ് ചെയ്യും അല്ലെ, എനർജി അതെന്തെയും സ്വീകരിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ്, കൂടിയ എൽ ഷെല്ലിൽ നിന്ന്, എനർജി കൂടിയ എൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് എനർജി കുറഞ്ഞ കെ ഷെല്ലിലേക്ക് വരണമെങ്കിൽ അത് എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യും, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, എനർജി നഷ്ടപ്പെടുത്തും. ഇതാണ് 4 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, സെന്ററിൽ എന്താണ്, ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ആ സർക്കുലാർ പാത്തിന് ഒരു പേര് പറഞ്ഞു വിളിച്ചു. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്, ഓർബിറ്റ്സ് എന്നാണ് വിളിക്കുക. ഓർബിറ്റ്സ് അഥവാ എനർജി ലെവൽസ്. ഈ ഓർബിറ്റ്സിനൊക്കെ ഒരു എനർജി ഉണ്ട്, അതുകൊണ്ടാണ് എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ആസ് ലോങ് ആസ് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന സമയത്ത് അത് എനർജി ലോസോ ഗെയിനോ ചെയ്യുന്നില്ല, വാങ്ങുന്നോ കൊടുക്കുന്നോ ഇല്ല. അതുകൊണ്ട് എന്ന് വിളിക്കാൻ പറ്റും, ഓർബിറ്റ് എന്താണ്, സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കാം, സ്ഥിരോർജ്ജ നിലകൾ എന്ന് വിളിക്കാൻ പറ്റും. മൂന്നാമതായിട്ട് പറയുന്നത്, ന്യൂക്ലിയസിൽ നിന്ന് വിട്ടു പോകുന്തോറും ഓർബിറ്റ്സിന്റെ ഷെല്ലുകളുടെ എനർജി എന്താണ്, കൂടി കൂടി വരികയാണ്. അതായത് പറയുന്നത് എന്താണ്,
ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് കുറഞ്ഞ ഓർബിറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ മാറുന്ന സമയത്ത് എനർജി എന്താ ചെയ്യുന്നത്, ഊർജ്ജം എന്താ ചെയ്യുന്നത്, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇനി കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺ എനർജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് 4 പോയിന്റ്സ് ബോർ മോഡലിൽ പറയുന്നത്. ഇതതിന്റെ പിക്ചർ ആണ്. കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോഴും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോഴുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, 3 ആറ്റോമിക മാതൃകകൾ. ഒന്നെന്താണ് റുദർഫോർഡ് മോഡല്. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, ജെ തോംസന്റെ തോംസൺ മോഡൽ. അതിലെന്താണ് 2 പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞത്. ഒരു പോസിറ്റീവ് സ്ഫിയറിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, സ്കാറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞത് റുദർഫോർഡ് മോഡലാണ്. അതിലാണ് നമ്മൾ ന്യൂക്ലിയസ് പറഞ്ഞത്, ആറ്റത്തിന്റെ ബാക്കി സ്പേസ് ഒക്കെ എംറ്റി ആണെന്നൊക്കെ പറഞ്ഞു, അവിടെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ മോഡലാണ് എന്ത്, ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ എന്താ പറഞ്ഞത്, സെന്റർ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ചുറ്റും ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ ഒരു എനർജി ലെവലുള്ള ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനെന്ത് വിളിച്ചു, ഓർബിറ്റ് എന്ന് വിളിച്ചു. ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല, എനർജി നഷ്ടപ്പെടുത്തുക വാങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് ഓർബിറ്റുകൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചു, സ്ഥിരോർജ്ജ നിലകൾ, അതായത് സ്റ്റേഷനറി എനർജി ലെവലിന് വിളിച്ചു. എനർജി ലോസും ഗെയിനും ഒക്കെ ചെയ്യുക എപ്പോഴാണ്, ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോണ് ചാടുമ്പോഴാണ്, നീങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എനർജി നഷ്ടപ്പെടുത്തുക വാങ്ങുകയോ ചെയ്യുക. ഇതാണ് 3 മോഡൽസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റോമിക സംഖ്യയും മാസ് സംഖ്യയുമാണ്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും XA to Z എന്നാണ് എഴുതുന്നത്. എക്സ് എന്ന് പറഞ്ഞത് ഒരു എലമെന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, അത് ഏതും ആവാം, ഓക്സിജൻ ആവാം, ഹൈഡ്രജൻ ആവാം, അങ്ങനെ ഏത് എലമെന്റും ആണ്. അതാണ് എക്സ് എന്ന് പറയുന്നത്. മുകളിൽ എഴുതിയിട്ടുള്ള എ എന്ന് പറയുന്നതാണ് എന്ത്, മാസ് സംഖ്യ, മാസ് നമ്പർ എന്ന് പറയുന്നത്. താഴെ എഴുതിയിട്ടുള്ള Z ആണ് എന്ത്, ആറ്റോമിക സംഖ്യ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആറ്റോമിക സംഖ്യ, എന്താണ് മാസ് സംഖ്യ എന്ന് നോക്കാം. ആറ്റോമിക സംഖ്യ, ഒരു എലമെന്റിന്റെ ആറ്റോമിക സംഖ്യ, ഒരു ആറ്റത്തിന്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ആറ്റോമിക സംഖ്യ Z എന്ന് പറയും. Z എന്ന ലെറ്റർ വെച്ചിട്ടാണ് ആറ്റോമിക സംഖ്യ സൂചിപ്പിക്കുന്നത്. അതെന്താണ്, പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ, പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എന്താണ്, തുല്യമായിരിക്കും ഒരു ആറ്റത്തിൽ. അതായത് ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. അത് തന്നെയാണ് എന്ത്, ഇലക്ട്രോണുകളുടെ എണ്ണം. ആറ്റോമിക് സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോണും ഇലക്ട്രോണും കണ്ടൊക്കെ എഴുതാലോ, സെയിം എണ്ണല്ലേ വരുന്നത്. ഇനി മാസ് സംഖ്യ എന്താ നോക്കുകയാണെങ്കിൽ, പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. മാസ് സംഖ്യ പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് എന്ത്, മാസ് സംഖ്യ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് കണ്ടെത്തുന്ന ആളാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടെത്തുക, A-Z എന്ന് ആലോചിച്ച് വെക്കാം. മാസ് സംഖ്യ മൈനസ് ആറ്റോമിക സംഖ്യ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കി വെക്കാം. അപ്പൊ ആർഗൺ ഇവിടെ തന്നിട്ടുണ്ട്, ആർഗൺ 40, 18 തന്നിട്ടുണ്ട്. മേലെ എന്താണ് തന്നിട്ടുള്ളത്, എ ആണ് അല്ലെ, A to Z എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, മാസ് സംഖ്യ. മാസ് സംഖ്യ ഇപ്പൊ ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്, 40. താഴെ കൊടുത്തിട്ടുള്ള ആളാണ് Z, ആറ്റോമിക സംഖ്യ എത്രയാണ്, 18. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആറ്റോമിക സംഖ്യ തന്നെയാണ് പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം Z എന്നല്ലേ, അപ്പൊ 18 18 എഴുതി. ഇനി ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടെത്തുക, A-Z ആണ് അല്ലെ. അപ്പൊ 40 - 18 എഴുതിയാൽ പോരെ, ചെയ്യുമ്പോൾ എന്താണ് 22 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ കൂടെ. കാർബൺ 12 to 6, A to Z ആണ്. അപ്പൊ മേലെ കൊടുത്ത എ ആണ് മാസ് സംഖ്യ. മാസ് സംഖ്യ എത്രയാണ്, 12. താഴെയുള്ളത് 6 അല്ലെ, അതാണ് എന്ത്, ആറ്റോമിക സംഖ്യ Z, 6 എന്ന് എഴുതിയിട്ടുണ്ട്. ആറ്റോമിക സംഖ്യ തന്നെയാണ് നമ്മൾ പഠിച്ചു, പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ 6 എന്ന് എഴുതി. ഇനി മാസ് സംഖ്യ എന്താണ്, മാസ് സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട് 12 ആണ്. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം, A-Z. എ എന്താടോ, 12. 12 - 6 ചെയ്താൽ പോരെ, അപ്പൊ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. അപ്പൊ ആറ്റോമിക സംഖ്യയും മാസ് സംഖ്യയും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടെത്താൻ എന്താണ് പറ്റും എന്ന് മനസ്സിലായല്ലോ. ഇതെന്താണ്, ആറ്റോമിക സംഖ്യ തന്നെയാണ് പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. മാസ് സംഖ്യയും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ന്യൂട്രോണിന്റെ എണ്ണം എന്താണ്, മാസ് സംഖ്യയിൽ നിന്ന് ആറ്റോമിക സംഖ്യ A-Z ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞത് എന്താണ്, മുകളിലുള്ള ആള്, Z എന്താണ് താഴെയുള്ള ആള്. എ എന്ന് പറഞ്ഞാൽ മാസ് സംഖ്യ, താഴെയുള്ള ആള് ആറ്റോമിക സംഖ്യ. ഇനി അപ്പൊ ആറ്റോമിക സംഖ്യയും മാസ് സംഖ്യയും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിന്റെ വിന്യാസമാണ്. അതായത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ ഷെല്ലുകൾ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ, ഓരോ ഓർബിറ്റുകൾ ഉണ്ട്, അതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺ വെച്ചിട്ടുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓരോ ഷെല്ലിൽ ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. n എന്ന് പറഞ്ഞ ഷെല്ലിന്റെ എണ്ണമാണ്. ഫസ്റ്റ് ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ല് നമ്മൾ പേര് കൊടുത്തത് K ഷെല്ല്. 2n² എന്ന് പറയുമ്പോൾ 2 × 1² അല്ലേ, അപ്പൊ എന്താണ്, 2 ഇലക്ട്രോൺ. അതായത് K ഷെല്ലിൽ ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും, 2, മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ.
രണ്ടാമത്തെ ഷെൽ എന്താണ്? എൽ ഷെൽ അല്ലെ. അപ്പൊ 2 × n² അല്ലെ, 2 × 2 സ്ക്വയർ, അതായത് 2 × 4 എന്താണ്? 8 കിട്ടും. അതായത് രണ്ടാമത്തെ ഷെൽ, അതായത് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും? 8 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. മാക്സിമം 8 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഷെല്ല് ഇതേപോലെ എം ഷെല്ലിൽ എത്രയാണ്? 18 ഇലക്ട്രോൺസിന്. നാലാമത്തെ ഷെല്ല് എൻ ഷെല്ലിൽ എത്രയാണ്? 32 ഇലക്ട്രോൺസ്. അതായത് ഫസ്റ്റ് ഷെൽ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ എത്രയാണ്? 32 ഇലക്ട്രോൺസ്. അത്രയും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ഇപ്പൊ ആദ്യത്തെ കുറച്ച് എലമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ആദ്യം ഒരു എലമെന്റ് തന്നിട്ടുണ്ട് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സിമ്പൽ എന്താണ്? ഏതാ പ്രതീകം? എച്ച്, ക്യാപിറ്റൽ എച്ച് ആണ്. അതിന് ആറ്റോമിക സംഖ്യ തന്നിട്ടുണ്ട് 1 ആണെന്ന്. ആറ്റോമിക സംഖ്യ തന്നെയാണ്, Z തന്നെയാണ് എന്ത്? ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം. ഇലക്ട്രോണിന്റെ എന്താണ്? 1. ഇപ്പൊ ഇലക്ട്രോണിക് വിന്യാസം എഴുതാ പറഞ്ഞാൽ ഇലക്ട്രോൺ എങ്ങനെയാ കൊടുക്കുക എന്നുള്ളത്. കെ ഷെല്ലിൽ നമ്മൾ പഠിച്ചല്ലോ, 2 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാം. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോൺ എനിക്ക് എന്ത് എഴുതാം? കെയിൽ എഴുതാം അല്ലെ. ഇനി രണ്ടാമത് എന്താണ്? ഹീലിയം. ഹീലിയം ആറ്റത്തിൽ നോക്കിക്കോ, 2 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോൺ വരെ കെയിൽ കൊള്ളുമല്ലോ, അപ്പൊ എനിക്ക് കെയിൽ കൊടുക്കാം അല്ലെ. ഇനി ലിഥിയം ആറ്റം ആവുമ്പോ, ലിഥിയം എത്തുമ്പോ എന്താണ്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആദ്യത്തേൽ തന്നെ കെയിൽ തന്നെ 3 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? കെയിൽ 2 ഇലക്ട്രോണെ ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ 2 ഞാൻ എന്ത് ചെയ്തു? കെയിൽ കൊടുത്തു. ബാക്കി 1 എന്ത് ചെയ്തു? എല്ലിൽ കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി വേറെ ആരും ഇല്ലല്ലോ, 3 എണ്ണായി. ഇനി ബെറീലിയം ആണെങ്കിലോ 4 ആണ്. അപ്പൊ 2 2. ഇവിടെ എല്ലിൽ എത്ര ആളെ വരെ ഫില്ല് ചെയ്യാം? 8 ആളെ വരെ ഫില്ല് ചെയ്യാം. അപ്പൊ 8 ആവുന്ന വരെ ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിയോൺ എത്തുന്ന വരെ നോക്കി നോക്ക്, 2 8 വരെ ആയി. ഇനി സോഡിയം എത്തുമ്പോൾ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 2 ആദ്യത്തെ 2 ആൾ, 2 ആൾക്കാരെ കൊള്ളുള്ളൂ. അപ്പൊ 2 കേശല് 2 ആളെ കൊടുത്തു. എല്ലിൽ എത്ര ആളെ? 8 ആളെ കൊടുത്തു. 8 ആളെ അവിടെ കൊള്ളുള്ളൂ. പിന്നെന്താണ്? അപ്പുറത്തെ ഷെല്ലിലാണ് കൊടുക്കുക. അപ്പൊ 10 ഇവിടെ ആയുള്ളൂ. 11 ആവണമെങ്കിൽ ഒരാൾ കൂടെ കൊടുക്കണ്ടേ? ആ ഒരാളെ ഞാൻ എന്ത് ചെയ്തു? എം ഷെല്ലിലേക്ക് കൊടുത്തു. അതായത് കെ ഷെല്ലില് മാക്സിമം കൊള്ളുന്നത് 2. ആ 2-നകത്തുള്ളത് എന്തോ അവിടെ എഴുതാം, 2 വരെ എഴുതാം. പിന്നെ ബാക്കി എന്ത് ചെയ്യണം? എല്ലില് കൊടുക്കണം. എല്ലിൽ 8 എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എമ്മില് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഇലക്ട്രോണിക് വിന്യാസം എഴുതാം. ഇതിൽ ബാക്കി എല്ലാ എലമെന്റ്സും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണുകൾ, ഒരു ആറ്റം ഇങ്ങനെ വരക്കുക നോക്കി നോക്കാം നമുക്ക്. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം നമുക്ക് വരച്ചു നോക്കാം. ഹൈഡ്രജൻ ആറ്റം എങ്ങനെയാണ്? സെന്ററിൽ ഒരു ന്യൂക്ലിയസ്. അപ്പൊ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് വരച്ചു. ഫസ്റ്റത്തെ ഓർബിറ്റ് വരച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ടെന്നല്ലോ പറഞ്ഞത്. നോക്ക്, ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ ഷെല്ല് വരച്ചു, ഒരു ഇലക്ട്രോൺ വരച്ചു അല്ലെ. ഒന്നിലേറെല്ലോ, അപ്പൊ ഒരു ഇലക്ട്രോൺ വരച്ചു. ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ടെന്നാ പറഞ്ഞത്, കണ്ടല്ലോ. ഹീലിയത്തിൽ 2, ലിഥിയത്തിൽ 3 ആണ്. അപ്പൊ ഹീലിയത്തിൽ 2 ആളെ വരച്ചു. ആദ്യത്തെ ഷെല്ലിൽ തന്നെ 2 ആളെ കൊള്ളില്ലേ? കെ ഷെല്ലിൽ തന്നെ 2 ആളെ കൊള്ളും. ന്യൂക്ലിയസ് വരച്ചു, ആദ്യത്തെ കെ ഷെല്ല് വരച്ചു, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരച്ചു. ഹീലിയം വരച്ചു. ഇനി നമ്മൾ ലിഥിയത്തിന്റെ ബോർ മോഡൽ വരച്ചു നോക്കാം. ലിഥിയം എന്താണ്? ആദ്യം ഒരു ന്യൂക്ലിയസ് വരച്ചു, ആദ്യത്തെ ഷെല്ല് വരച്ചു, കെ ഷെല്ല് വരച്ചു. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. 3 ആളില്ലേ ലിഥിയത്തിൽ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ലിഥിയത്തിൽ എത്ര ആളുണ്ട്? 3 ആളുണ്ട് പഠിച്ചു അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺസിനെ കെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 3 വരയ്ക്കാൻ പറ്റില്ലല്ലോ കെയില്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 വരച്ചു. പിന്നെ അടുത്ത ബാക്കി ഒരു ഷെല്ലില്ലേ, ഒരു ഇലക്ട്രോൺ ഇല്ലേ, അതെന്ത് ചെയ്തു? അടുത്ത ഷെല്ലിലേക്ക് കൊടുത്തു. ഇതേപോലെയാണ് വരച്ചത്. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ നിയോൺ എടുത്തു നോക്കാം. നിയോൺ അല്ല, സോഡിയം എടുത്തു നോക്കാം. 11 ആണ് അല്ലെ. സോഡിയം 11 ആണെങ്കിൽ സോഡിയം 11 ഇവിടെ കണ്ടല്ലോ. ആദ്യം സെന്ററിൽ എന്ത് ചെയ്തു? ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിന്റെ അടുത്ത് 11 ആണ്, 11 ആണ്. അപ്പൊ 2 8 1 അല്ലേ. അപ്പൊ ആദ്യത്തെ ഷെല്ല് വരച്ചു, 2 ഇലക്ട്രോൺ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ല് വരച്ചു, 8 ഇലക്ട്രോൺ കൊടുത്തു. 8 ആണല്ലേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 10 അല്ലേ ആയുള്ളൂ. അപ്പൊ ഇനി ഒരു ഷെല്ലും കൂടെ വരച്ചു, അവിടെ എന്ത് കൊടുത്തു? ഒരു ഇലക്ട്രോൺ വെച്ചു. 11 ഇലക്ട്രോൺ ഫില്ല് ചെയ്തില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ബോർ മോഡൽ. ഓരോ എലമെന്റിന്റെയും ഓരോ ആറ്റത്തിന്റെയും ബോർ മോഡൽ വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളൊരു കുഞ്ഞു ടോപ്പിക് കൂടെ പറയുന്നുണ്ട്. എന്താണ് വാലൻസി എന്നുള്ളത്? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? വാലൻസ് ഇലക്ട്രോൺ. ഇപ്പൊ ഹൈഡ്രജന്റെ വാലൻസി നോക്കിക്കേ. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഹൈഡ്രജൻ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, അതാണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വാലൻസി 1 കൊടുക്കാൻ പറ്റും. അതായത് ഒരു ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താണ് പറയുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെൽ, അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വേണം. 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആറ്റം എന്താണ്? സ്റ്റേബിൾ ആണെന്നാണ് പറയുക. ഇവിടെ ഹീലിയം നോക്കുമ്പോൾ അതെ, ഹീലിയത്തിൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അതിൽ എന്താണ്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓൾറെഡി കേശലിൽ 2 ആളല്ലേ കൊള്ളുള്ളൂ. ഇപ്പൊ 2 ആളെ കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റേബിൾ ആണ്. 2 ആളെ കൊള്ളും. 2 ആൾക്കുള്ള പ്ലേസ് അവിടെ ഉണ്ട്. ആ 2 ആളും ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? വാലൻസി ഉണ്ടോ? ഇല്ല, 0. ഇനി ലിഥിയത്തിന് നോക്കി നോക്കുക. ലിഥിയത്തിന് എന്താണ്? 3 ആണ് അല്ലെ. 2 1 3
ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ, ഏറ്റവും പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എങ്ങനെ എഴുതാം? 1. കണ്ടല്ലോ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 4 കുറവോ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെ എഴുതി വെക്കാൻ പറ്റും. ഇനി 4 4 കൂടുതലോ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 മൈനസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയേക്കോളാം. ഇപ്പൊ ഇവിടെ ബോറോൺ നോക്കിക്കേ. ബോറോണിന് എന്താണ് ഔട്ടർമോസ്റ്റ്, പുറത്തെ ഷെല്ലാണ് എൽ ഷെല്ല്. അതിൽ 3 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ അതിന്റെ ബാലൻസ് എന്താണ്? 3 ആണ്. 4 കാർബണ്, 4 അതേപോലെ എഴുതി. 4 കൂടുതൽ നൈട്രജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 5 ആയില്ലേ. അതായത് 4 കൂടുതലാണ് നൈട്രജന്റെ ബാലൻസ്. നൈട്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. 4 കൂടുതലാണ്. 4 കൂടുതലാണെന്ന് പറയും. 4 കൂടുതലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 മൈനസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ 5. 8 മൈനസ് 5 എന്താണ് വരിക? 3. ഇനി ഇവിടെ നൈട്രജൻ കഴിഞ്ഞ ഓക്സിജൻ നോക്കി നോക്കുക. ഓക്സിജൻ എന്താ? ഔട്ടർ മോസ്റ്റില് 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ബാലൻസ് നമ്മൾ എങ്ങനെ കണ്ടെത്താം? 8 മൈനസ് 6. 8 മൈനസ് 6 എന്താണ്? 2. ഇനി ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ എന്താണ്? 7 ആണ് അല്ലെ. അപ്പൊ 7 എന്താണ്? 4 കൂടുതലാണ്. അപ്പൊ നമ്മൾ 8 മൈനസ് 7. അതായത് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8ഓ 2ഓ ഇലക്ട്രോൺസിന്റെ എണ്ണം ഉണ്ടെങ്കിൽ അതെന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരിക എന്നതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞത്. ഇനി 8 വന്നിട്ടില്ല, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇപ്പോ 4ഓ 4ൽ കുറവോ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം തന്നെ എഴുതി വെക്കാൻ പറ്റും വാലൻസിന്റെ അവിടെ. ഇനി 4ലേറെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 4ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 8 മൈനസ് ആ ഒരു നമ്പർ എന്താണോ അത് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 8 വന്നപ്പോ എന്താണ്? ബാലൻസ് ചെയ്യുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ്? സ്റ്റേബിൾ അല്ലേ. അപ്പൊ എന്താണ്? ബാലൻസ് ഇല്ല. ഇനി സോഡിയത്തിൽ നോക്കുമ്പോൾ 281 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. 4ൽ കുറവായതുകൊണ്ട് അതേ നമ്പർ അങ്ങനെ എടുത്തെഴുതി. 4ൽ കൂടുതലാവുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതുക? 8 മൈനസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് 5th ലെസൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ആറ്റത്തിന്റെ 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് പരിചയപ്പെട്ടു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അവരുടെ ചാർജുകൾ. പ്രോട്ടോൺ പോസിറ്റീവ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാഥോഡ് റേസ്, ആനോഡ് റേസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസും കാര്യവും പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. 3 മോഡൽ പഠിച്ചു. ജെ തോംസൺ മോഡൽ പഠിച്ചു. പിന്നെ റുദർഫോർഡ് മോഡൽ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബോർ ആറ്റം മോഡൽ പഠിച്ചു. ഈ 3 മോഡൽസിന് ശേഷം പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുക, 2 എക്സാമ്പിളും ചെയ്തു. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ എങ്ങനെ ഒരു ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ കെ എൽ എം എൻ ഷെല്ലിലൊക്കെ എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ളത് നമ്മൾ എഴുതി. 2 8 18 32 പഠിച്ചു വെച്ചോളൂ. അങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ ആറ്റത്തിന്റെയും എഴുതുക, അതെങ്ങനെ വരക്കുക എന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ദിസ് ഫോർ ടുഡേ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.